നേരമായി ഒഴിയാൻ തുടങ്ങിയിട്ട്. സാരല്ല മുത്തശ്ശി. മുത്തശ്ശി പോലീസ് സ്റ്റേഷനില് വെറും തറയിൽ കിടന്നുറങ്ങിയതല്ലേ? അതൊന്നും ശീലമില്ലാത്തതല്ലേ? നല്ല വേദന ഉണ്ടാവൂലേ? ഞാനങ്ങനെ തോറ്റുപോകുന്നാണോ നീ കരുതിയത്? ഞാൻ അകത്ത് കിടക്കുമ്പോഴും പുറത്ത് കിടക്കുന്ന നിങ്ങളുടെ വേദനയെക്കുറിച്ചാ ഞാൻ ചിന്തിച്ചിരുന്നത്. നീ എന്താടാ മിണ്ടാതിരിക്കുന്നേ? എന്താടാ? ഒന്നുമില്ല മുത്തശ്ശി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശിയുടെ മുമ്പിലേക്ക് ഓടി വരിക. എന്നെ ആരെങ്കിലും അവഗണിച്ചെന്ന് തോന്നിയാ, എന്റെ മനസ്സിന് എന്തെങ്കിലും വിഷമം തട്ടിയാ, കുറച്ചു നേരം മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഇരുന്നാൽ മതിയായിരുന്നു. മുത്തശ്ശിക്ക് എവിടെ നിന്ന് ഇത്രയും എനർജി കിട്ടിയെന്ന് ഞാനിപ്പോഴും ചിന്തിക്കാറില്ല. എന്നിട്ട് അതേ മുത്തശ്ശിക്ക് ഒരു വീഴ്ച പറ്റി. മനസ്സും ശരീരവും വേദനിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നേ? വേദനയില്ലല്ലോടാ മുത്തശ്ശിക്ക്. അതൊന്നും എന്നോട് പറയണ്ട. ഞങ്ങളെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഈ മനസ്സിൽ എന്ത് സങ്കടം തോന്നിയാലും, എത്ര നാണക്കേട് തോന്നിക്കഴിഞ്ഞാലും മുത്തശ്ശി അത് സഹിക്കും. രാധിക മോളെ, ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ? എടാ, സുകുമാരി തുടങ്ങി വെച്ചതേ ചെറുതാണെങ്കിലും ഒരു യുദ്ധമാ. നമ്മള് വിചാരിക്കുന്ന അത്ര ശക്തി കുറഞ്ഞവളൊന്നും അല്ല സുകുമാരി. പുറത്ത് സുകുമാരിയെ സഹായിക്കാനേ ആവശ്യം പോലെ ആളുകളുണ്ട്. ഒരു കാര്യം ഞാൻ മുത്തശ്ശിക്ക് ഉറപ്പു തരാം. എന്നോടും രാധികയോടുള്ള ദേഷ്യത്തിലാ മുത്തശ്ശി അവരെ അറസ്റ്റ് ചെയ്തത്. മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ CI ഇല്ലേ, ഇതിന് പകരമായിട്ട്